നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സ്വപ്നം. അതെന്താണ്? പലരും എന്നോട് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്, ഈ സ്വപ്നം അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആത്മാവ് നമ്മളെ ശരീരം വിട്ട് അടുത്ത ഡയമെൻഷനിലോട്ട് പോയി ചില കാര്യങ്ങൾ കാണുന്നതാണ് സ്വപ്നം. അപ്പോൾ അടുത്ത ഡയമെൻഷനിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഡയമെൻഷനിലും ഓരോരോ കാര്യങ്ങളെന്നുള്ളത്. ഇപ്പോൾ പലതരം അദൃശ്യ ശക്തികൾ നമ്മൾ നിയന്ത്രിക്കുന്ന ആ ശക്തികളെല്ലാം മറ്റ് ഡയമെൻഷനിൽ നിന്നാണ് നമ്മളോട് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡയമെൻഷനിൽ ഒരു മായാലോകമുണ്ട്. ആ മായാലോകത്ത് ചുരുക്കം പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു കൗൺസിലിംഗ് റൂം ഉള്ളതുപോലെ ദൈവസന്നിധിയിൽ ഒരു മായാലോകമുണ്ട്. അതൊരു കൗൺസിലിംഗ് റൂമാണ്. നമ്മൾ ആത്മാക്കൾ ആ റൂമിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ആ ആത്മാവ് ശരീരം വിട്ട് ആ ഡയമെൻഷനിലുള്ള ആ മണ്ഡലത്തിലേക്ക് നമ്മൾ ആത്മാക്കൾ ചെല്ലും. അവിടെ ചെന്നതിന് ശേഷം അവിടെ നിൽക്കുന്ന ചില അദൃശ്യ ശക്തികൾ, ദൈവത്തിൻ്റെ ആ ജോലിക്കാരായി നിൽക്കുന്ന ആ ശക്തികൾ ഒരു സാങ്കല്പിക കഥയുണ്ടാക്കി നമ്മുടെ അറിവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ചില കാഴ്ചകൾ അവിടെ നിന്ന് അനുഭവപ്പെടുത്തി തരും, കാണിച്ചു തരും. ഇതാണ് നമ്മൾ ഉറക്കത്തിൽ കഥകൾ സ്വപ്നം പോലെ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ രീതി കഥാരൂപേണയെ ഒരു മനുഷ്യനോട് ചില ഇൻഫർമേഷൻസ് തരുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തുകൾ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവത്തിലുള്ളതും പിന്നെ ബൈബിളിൽ തന്നെ യേശു കഥാരൂപേണയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും, ഉപമ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഉപമയിലൂടെ കൊടുത്താൽ മാത്രമേ അവനത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മുടെ ആത്മാവ് പോയി ആ മായാലോകത്ത് ചെന്നിരുന്ന് ദൈവത്തിൻ്റെ ചില ശക്തികൾ നമുക്ക് കാണിച്ചു തരുന്ന ഉപമയാൽ ഉള്ള ചില കാര്യങ്ങളാണ് സ്വപ്നം പോലെ നമ്മൾ രാത്രി ഉറക്കത്തിൽ കാണുന്നത്. ഇത് ദൈവം നമ്മളോട് ഇടപെടുന്ന അടിസ്ഥാന രീതിയാണ് ഒരു ഉറക്കത്തിലെ സ്വപ്നം. എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ആത്മാവിന് ഈ ഒരു മണ്ഡലത്ത് കൊണ്ടുപോയി ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തിരിക്കും. കാരണം ഇത് അടിസ്ഥാന തുടക്കം. ഇനി ആത്മീയമായി ഒന്നുകൂടി വളർന്നു വന്ന ഒരു വ്യക്തിക്ക് ഈ കാഴ്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഉറങ്ങി വരുന്ന സമയത്തും ഉണർന്ന് കിടക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടെ കാണും. അപ്പം ഗാഠനിദ്രയിലും അങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണും. ഉറങ്ങി തുടങ്ങുന്ന സമയത്തും ഉണർന്നു വരുന്ന സമയത്തും കൂടി ചില കാഴ്ചകൾ കാണും. അത് കുറച്ചുകൂടെ ആത്മീയമായി ബലപ്പെട്ട് വരുന്നവർക്കാണ് അങ്ങനത്തെ ചില സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കുറിച്ച് ബോധവും കാണും, എന്നാൽ നമ്മൾ അങ്ങോട്ട് ഉണർന്നതുമില്ല. ആ ഒരു ലെവലിൽ ചില സ്വപ്നങ്ങൾ കാണും. ഈ ലെവലിൽ എത്തുന്ന വ്യക്തിക്ക് കുറച്ചും കൂടി ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി വന്നിരിക്കും, അറിയാനും പറ്റും. പക്ഷെ ഒട്ടും ആത്മവളർച്ച, ശകലം പോലും ആത്മവളർച്ച ഇല്ലാത്ത ഒരു ആത്മാവ് ഈ രാത്രി കാണുന്ന അല്ലെങ്കിൽ ദൈവികമായി കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ രാവിലെ ആകുമ്പോൾ മറന്നുപോകും. അത് ആത്മീയ വളർച്ച ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ്. ആത്മീയമായി കുറച്ചുകൂടെ വളരുന്നതനുസരിച്ച് ഇത് ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങും. ദൈവം എന്തിനാണ് ഓർമ്മയിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളത് ഓർത്ത് അതിൽ നിന്നുള്ള വ്യാഖ്യാനം മനസ്സിലാക്കി നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഇതിനെല്ലാം പിന്നിൽ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതേത് പേക്കിനാവ്, ഇത് ഇന്നലെ എന്തോ കണ്ടതിന് പുറത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച റോട്ടിൽ എന്തോ കണ്ടതിന് പുറത്തൊക്കെ ചുമ്മാ തോന്നുന്നതല്ല. നമ്മൾ എന്തൊക്കെ കാണുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ അനുഭവപ്പെടുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ഈ കഥ ഈ അടുത്ത മണ്ഡലത്തിൽ നിന്ന് ഈ സ്വപ്നം പോലെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത, നമ്മൾ കാണാത്ത കാര്യം വെച്ച് നമുക്കൊരു സ്വപ്നം വരില്ല. നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് അനുഭവിക്കുന്നു, അതൊക്കെ ചേർത്താണ് ഈ സ്വപ്നം വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്വപ്നത്തിലൂടെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് നല്ലത് വരാൻ പോകുന്നതാണോ, നമുക്ക് അപകടമാണോ. അപ്പൊ അപകടമാണെങ്കിൽ വീണ്ടും ചില സ്വപ്നങ്ങളിലൂടെ അതിൽ നിന്നെല്ലാം ഒഴിവാകുന്നത് എങ്ങനെ, അതും ദൈവം തന്നെ കാണിച്ചു തരും. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കണം. ഇത് ഒരു രീതി. ഇനി മറ്റൊരു സ്വപ്നം എന്തെന്ന് വെച്ചാൽ, നമ്മളെ ആത്മാവ് മറ്റു മണ്ഡലത്തിൽ ചെന്നിട്ട് നെഗറ്റീവ്സുകൾ കാണിച്ചു തരുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ദൈവികമായ രീതിയിൽ ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്നത് പോലെ തന്നെയാണ് നെഗറ്റീവ് ശക്തികളും അവർക്ക് ബോധിച്ചതുപോലെ ചില കാര്യങ്ങൾ കാണിച്ചു തരും. ഇതും സ്വപ്നം പോലെ നമ്മൾ കാണും. അപ്പൊ ശരിക്കും ഉണരുന്ന ഒരു വ്യക്തിക്ക് ഇത് ഓർമ്മയുണ്ടെങ്കിൽ ദൈവികമാണോ അത് നെഗറ്റീവിൻ്റെതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് അത് കുറച്ചും കൂടെ അവരുടെ ജീവിതത്തിൽ ജയിച്ചു പോകാൻ പറ്റും. അത് ഒരു രീതിയിലുള്ള ഇത്.
പിന്നെ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ കാണും മരിച്ചുപോയ ചില വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മളെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മുമ്മ അവർ നമ്മളോട് ഒന്ന് സംസാരിക്കുന്നു എന്ന ചില സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതും സ്വപ്നം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അല്ല. നമ്മുടെ ആത്മാവ് അടുത്ത മണ്ഡലത്തിലോട്ട് ചെല്ലുമ്പോൾ ആ മണ്ഡലത്തിൽ നിന്നും കൊണ്ട് നമ്മുടെ പൂർവികർ മരിച്ചുപോയ അവർ നമ്മളോട് ഇടപെടുന്നതാണ് അങ്ങനെ കാണുന്ന സ്വപ്നം. നമുക്ക് സ്വപ്നമായിട്ട് തോന്നുന്നതാണ്. അത് സ്വപ്നമല്ല, നമ്മുടെ ആത്മാവ് അവരോട് ഇടപെടുന്നതാണ്. ഇത് ഉറക്കത്തിലല്ലാതെ ഹാഫ് കൃക്കത്തിലും ഉണർന്നു വരുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. കാരണം ആ സമയത്ത് ആത്മാവ് ഉണരുമ്പോൾ ഇതേപോലെ തന്നെ ആ മണ്ഡലത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും, നമ്മളെന്ന ബോധ മനസ്സിൽ ഉണർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ രണ്ട് രീതിയിലുള്ള സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വരുന്ന ആത്മാവ് എന്താണ് നമ്മുടെ അടുത്ത് പറയാൻ വരുന്നത്, അല്ലെ എന്ത് പറയാനാണ് നമ്മളോട് വന്ന് നിൽക്കുന്നത്, ഇത് തിരിച്ചറിയണം. അല്ലാതെ കണ്ട് പേടിച്ച് വെപ്രള പിടിച്ച് അതല്ല ചെയ്യാനുള്ളത്. നമ്മൾ മനസ്സിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് എൻ്റെ അടുത്ത് പറയേണ്ടത്, എൻ്റെ അടുത്ത് പറയണം എന്ന രീതിയിൽ നമ്മൾ പിന്നെ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസത്തിനകത്ത് അടുത്ത ഒരു ലെവലിൽ ഒരു സ്വപ്നം പോലെ ഈ ചില കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങും. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. അതിലെന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അവർ നമ്മൾ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാനും രക്ഷിക്കാനുമായിരിക്കും വന്ന് നിൽക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ മരിച്ചൊരു വ്യക്തിയെ കണ്ടു പറഞ്ഞാൽ ഒന്നുകിൽ പേടിക്കും, ഇല്ലെങ്കിൽ വലിയ അതിശയം പോലെ അങ്ങ് ഫാൻറ്റസി പറഞ്ഞൊക്കെ കളയും. അങ്ങനല്ല, നമ്മളത് മൈൻഡ് ചെയ്ത് അതിലോട്ട് ഡീപ്പായിട്ട് പോയി അത് തിരിച്ചറിയണം. ഇത് ഒരു രീതിയിലെ സ്വപ്നം. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണുന്ന ചില നെഗറ്റീവ് ശക്തികൾ വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നതായിട്ട് ഇത് വേറെ രീതിയിൽ നമ്മുടെ ആത്മാവ് ആ മണ്ഡലത്തിൽ പോയി ചില ശല്യങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മെ കീഴ്പ്പെടുത്താനും നമ്മളെ ശല്യം ചെയ്യാനും വേറൊരു കൂട്ടർ റെഡിയായി നിൽപ്പുണ്ട്. അത് നമ്മൾ മാനിച്ചും കൊണ്ട് എത്രയും പെട്ടെന്ന് ആത്മീയമായി വളരേണ്ടിയിരിക്കുന്നു. ദോഷകരമായ സ്വപ്നങ്ങളോ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളോ കണ്ട്, അല്ലെങ്കിൽ ആ ലെവലിൽ നമ്മൾ ആത്മാവിനൊരു ബന്ധം വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള സൈഡ് ചിന്തിച്ച് അവിടെ ശക്തി ആർജിച്ചു കൊള്ളണം. കാര്യം ഇല്ലെങ്കിൽ അവർ ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ ഇടപെട്ട് ചിലപ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കാം. ഇതൊക്കെയാണ് അടിസ്ഥാനമായി നമ്മളെല്ലാവരും കാണുന്ന ചില സ്വപ്നം എന്ന് പറയുന്ന കാര്യം. ഇനി കുറച്ചും കൂടെ ആത്മീയമായി ഉയർന്നൊരു വ്യക്തിക്ക് കിടക്കണമെന്നില്ല, എഴിച്ചിരുന്ന് ഒന്ന് മയങ്ങി വരുമ്പോൾ തന്നെ ചില കാഴ്ചകൾ കാണാൻ തുടങ്ങും. അതായത് അവർ ആ മയങ്ങി തുടങ്ങുമ്പോൾ തന്നെ അവരെ ആത്മാവ് പതുക്കെ പവർഫുൾ ആകുകയും ആ ബോധ മനസ്സ് പതുക്കെ അങ്ങ് ഡൗൺ ആകുകയും ചെയ്യുമ്പോഴാണ് പിന്നെ അടുത്ത മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെയും ചില കാര്യങ്ങൾ ആൾക്കാർ കാണാറുണ്ട്. പിന്നെ ചിലർ ഉറങ്ങണ്ട, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നിരുന്ന് ആ അകമേ നമ്മളൊരു ഉറക്കം ഫീൽ ചെയ്തിട്ട് പുറമേ നമ്മൾ ഉണർന്ന് തന്നെ ഇരിക്കുന്നത്, പക്ഷേ ഉപബോധ മനസ്സ് പവർഫുൾ ആയിട്ട് നമ്മൾ ആത്മാവ് അടുത്ത മണ്ഡലത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ധ്യാനത്തിലൂടെയൊക്കെ ചില കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന ചില സ്വപ്നവും സ്വപ്ന തുല്യമായ ചില അനുഭവങ്ങളും. ഓക്കെ.